നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കാറില്ലേ? പലപ്പോഴും നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നു, ചെയ്തതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട്, ഇതിനി ചെയ്യരുതെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അതേ തെറ്റുകൾ ആവർത്തിക്കാറുണ്ട്. ഇവിടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, അതിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ആ ഓൾഡ് പാറ്റേണില് മുമ്പ് എങ്ങനെയാണോ ആ സബ്ജക്റ്റിനോട് റെസ്പോണ്ട് ചെയ്തത് അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ബ്രെയിനിന്റെ ഒരു ടെൻഡൻസി മാത്രമാണ്. ഇവിടെ ആ റിപ്പീറ്റഡ് ആയിട്ട് മിസ്റ്റേക്ക് ചെയ്ത ആളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ആ ഓൾഡ് പാറ്റേൺ മാറ്റാത്തിടത്തോളം ഇനിയും ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ആദ്യമേ തന്നെ ഇത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഇത് നമ്മുടെ ഒരു ഓൾഡ് പാറ്റേൺ ആണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിലെ ഇതേ സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതൊരു പാറ്റേൺ പ്രശ്നമാകാൻ സാധ്യതയുള്ളതാണ് എന്ന് തിരിച്ചറിയുക. അവിടെ മറ്റൊരു അപ്രോച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് പണ്ട് ചെയ്ത അതേ രീതിയിലുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാതെ ഇരിക്കുക. ഇതിൽ നിന്ന് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടീഷനെ കുറിച്ച് പ്രോപ്പറായ ഒരു അവയർനെസ് ഉണ്ടാവുകയും ആ പ്രശ്നത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ പറ്റുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നിന്ന് ഈ തെറ്റ് പറ്റിയ ആളുടെ പേഴ്സണാലിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണെങ്കിൽ അത് ആദ്യമേ തിരിച്ചറിയുക, അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ അവെയർ ആവുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് സെൽഫ് മാറ്റാനായി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.